ഹലോ. നമ്മൾ പലപ്പോഴും കേൾക്കുന്നൊരു വാക്കാണല്ലേ ഈ കംഫർട്ട് സോൺ എന്നുള്ളത്. വിജയിക്കാൻ ഈ കംഫർട്ട് സോൺ വിട്ട് പുറത്ത് കിടക്കണം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലും. അവർക്ക് ആത്മവിശ്വാസത്തോടെ ജീവിക്കണമെങ്കിൽ അവർക്കൊരു കംഫർട്ട് സോൺ ആവശ്യമാണ്. അതാണ് അവരുടെ ഇമോഷണൽ സേഫ്റ്റി അഥവാ മാനസികമായ സുരക്ഷിതത്വം എന്ന് പറയുന്നത്. ഇതവരെ വളരെ സ്ട്രോങ്ങറായിട്ട് വയ്ക്കാൻ എപ്പോഴും ഉപകാരപ്പെടും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കുട്ടികളെ ഏത് സമയവും വഴക്ക് പറയുകയും ശകാരിക്കുകയും ചെയ്യുന്ന പാരൻസ്, ഇങ്ങനെയുള്ളവരുടെ ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവർ പറയുന്നത് മാത്രമേ കേൾക്കാവൂ, അനുസരിക്കാവൂ എന്നൊക്കെയാണ്. പക്ഷേ ഇത് വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. കുട്ടികളെ ഇങ്ങനെ വഴക്ക് പറയുന്നത് മൂലം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ ചെയ്യുന്ന ആ ഒരു കാര്യം തെറ്റാണ്, ബട്ട് അതിൻ്റെ റീസൺ അവർക്ക് അറിയില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? കുട്ടികളുടെ മൈൻഡിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. റീസൺ ഇല്ലാണ്ട് എന്തിനാണ് തെറ്റ് പറയുന്നത് എന്നറിയില്ല അവർക്ക്. ഇത് തന്നെ തുടർന്നും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ഉത്തരങ്ങളും കാരണങ്ങളും ഇല്ലാണ്ട് ചോദ്യങ്ങളും വഴക്ക് പറച്ചിലുകളും മാത്രമാവുമ്പോൾ അവർക്ക് അവരുടെ വീട് അത്ര അങ്ങോട്ട് കംഫർട്ടായിട്ട് തോന്നിക്കോണമെന്നില്ല. ആൻഡ് അത് മെല്ലെ മെല്ലെ കുഞ്ഞുങ്ങളുടെ പേടി വർദ്ധിപ്പിക്കും. ചെറിയൊരു തെറ്റ് ചെയ്യുമ്പോൾ തന്നെ അയ്യോ ഇത് വീട്ടിലറിഞ്ഞാൽ എന്നെ അടിക്കുമോ അല്ലെങ്കിൽ വഴക്ക് പറയുമോ എന്നാവും കുട്ടിയുടെ മനസ്സിൽ ആദ്യം ഓടി വരിക. അതേസമയം നേരെ മറിച്ച് സാരമില്ല, ഞാനത് അമ്മയോടോ അച്ഛനോടോ പോയി പറയാം, സാരമില്ല, അവരെന്നെ മനസ്സിലാക്കും എന്നാണ് നിങ്ങളുടെ കുട്ടി ചിന്തിക്കുന്നതെങ്കിൽ, ടു ബി വെരി ഫ്രാങ്ക്, യു ആർ എ വെരി ഗുഡ് മോം ഓർ ഡാഡ്. ഈ രണ്ടാമത് പറഞ്ഞ ആശ്വാസമില്ലേ, എനിക്ക് എൻ്റെ അമ്മയുണ്ട് അല്ലെങ്കിൽ അച്ഛനുണ്ട് എന്നൊരു തോന്നൽ, അതാണ് ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ഇമോഷണൽ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ഇനി ഇത് എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ആവശ്യം എന്നതിനെ പറ്റിയിട്ട്. വൈ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വിചാരിക്കും കുട്ടികൾക്ക് നല്ല വസ്ത്രവും നല്ല ഫുഡ് നല്ല സ്കൂളിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ ഭയങ്കര ഹാപ്പി ആവുമെന്ന്. പക്ഷെ അതിനേക്കാളും ഒക്കെ അവരുടെ കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങൾ, പേടികൾ തുറന്ന് പറയാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക എന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. വീട്ടിൽ മാനസികമായി ഈ ഒരു സുരക്ഷിതത്വം കിട്ടുന്ന കുട്ടികൾക്ക് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. അവർക്ക് ആത്മവിശ്വാസം കൂടുതലായിരിക്കും. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് പേടിയുണ്ടാകില്ല. കാരണം തനിക്ക് എന്തെങ്കിലും പരാജയം സംഭവിച്ചാൽ തന്നെ അവരെ ചേർത്ത് പിടിക്കാനും അല്ലെങ്കിൽ താങ്ങി നിർത്താനും വീട്ടിലൊരു സുരക്ഷാ വലയം ഉണ്ടാകും എന്നൊരു ആത്മവിശ്വാസം അവർക്ക് ഉള്ളിൽ തന്നെ ഉണ്ടാകും. ഇനി നിങ്ങൾ ചിന്തിക്കുക, കുട്ടികൾക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളതെന്ന്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് എല്ലാം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ടോ? നിങ്ങളുടെ ചിന്തകൾ താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.